നമസ്കാരം. വളരെ ചുരുങ്ങിയ ചിത്രങ്ങളിലൂടെ തന്നെ മലയാളികളുടെ പ്രിയങ്കരിയായി മാറിയ താരമാണ് ജ്യോതി കൃഷ്ണ. ഇന്ന് മോളിവുഡിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ നടി മലയാളികൾക്കൊപ്പം തന്നെയുണ്ട്. നടിയുടെ പുതിയ ചിത്രങ്ങളും വിശേഷങ്ങളും എല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ദിലീപിനൊപ്പം എത്തിയ ലൈഫ് ഓഫ് ജോസുട്ടി എന്ന ചിത്രത്തിലെ ജ്യോതിയുടെ പ്രകടനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആമി എന്ന സിനിമയ്ക്ക് ശേഷം ജ്യോതി സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. വിവാഹിതയായതോടെ അഭിനയം ഉപേക്ഷിച്ചതാണെന്നായിരുന്നു റിപ്പോർട്ടുകൾ. എന്നാൽ സത്യം അതല്ലെന്ന് പറയുകയാണ് ജ്യോതി കൃഷ്ണ. ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് നടി ഇതേക്കുറിച്ച് സംസാരിക്കുന്നത്. ദിലീപേട്ടൻ ഇപ്പോൾ 2 കാലഘട്ടമുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ദിലീപേട്ടൻ ജനപ്രിയ നായകനാണ്, ആളുകൾക്ക് അത്രയും ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ സിനിമയിൽ ദിലീപേട്ടനെ ചതിക്കുകയെന്നത് ആളുകൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോൾ ക്രൗഡ് മാറി, പ്രേക്ഷകർ മാറി, അവരുടെ ചിന്താഗതികൾ മാറി. അന്ന് അങ്ങനെ ആയിരുന്നില്ല. ആ സിനിമയിൽ തിയേറ്ററിൽ കയ്യടി വന്നൊരു സീനുണ്ടായിരുന്നു. ആ സീനിൽ നായകൻ പറയുന്നുണ്ട്, ഞാൻ ഛർദ്ദിച്ചത് കഴിക്കാറില്ലെന്ന്. അതൊരു വലിയ കയ്യടിയായിരുന്നു തിയേറ്ററിൽ. അതിന്റെ അർത്ഥം ആ നായകനെ പ്രേക്ഷകർ സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ്. അത് കേട്ടപ്പോൾ അമ്മയ്ക്ക് വലിയ സങ്കടമായി. കാരണം അമ്മ സ്വന്തം മകളെയാണ് സ്ക്രീനിൽ കാണുന്നത്, കഥാപാത്രത്തെയല്ല. അന്ന് സിനിമയിലെ എന്റെ പ്രകടനം കണ്ട് 1-2 പേർ അഭിനയിച്ചിരുന്നു. അതിൽ ഞാനിപ്പോഴും ഓർത്തു വെക്കുന്ന ഒരാൾ സംവിധായകൻ രഞ്ജിത്ത് ശങ്കറിനെയാണ്. അദ്ദേഹം എന്നെ വിളിച്ചിട്ട് എന്റെ ആ സീൻ നന്നായിരുന്നുവെന്ന് പറഞ്ഞു. അതെനിക്ക് കിട്ടിയ നല്ലൊരു അഭിനന്ദനമായിരുന്നു. ഇപ്പോഴും ആളുകൾ എന്നെ അറിയുന്നത് ലൈഫ് ഓഫ് ജോസുട്ടിയിലെ റോസ് ആയിട്ട് തന്നെയാണ്. കരിയറിൽ ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയാണ് അത്. ദൃശ്യം കഴിഞ്ഞിട്ടുള്ള ജിത്തു ജോസഫ് സാർ ചെയ്തിട്ടുള്ള സിനിമയായതുകൊണ്ട് ലൈഫ് ഓഫ് ജോസുട്ടിയെ കുറിച്ച് ആളുകൾക്കുള്ള എക്സ്പെക്ടേഷൻ വളരെ വലുതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സിനിമയ്ക്ക് ഇത്തിരിയെങ്കിലും പരാജയം സംഭവിച്ചത്. ആ സിനിമ ഇപ്പോൾ റിലീസായിരുന്നുവെങ്കിൽ എന്ന് തോന്നാറുണ്ട്. ഭാഗ്യമില്ലാതെയായിപ്പോയി. തുടക്കത്തിൽ സിനിമ എങ്ങനെ തെരഞ്ഞെടുക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പലരോടും അഭിപ്രായം ചോദിച്ചാണ് സിനിമ സെലക്ട് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ചെയ്ത പല സിനിമകളും അബദ്ധങ്ങളായിരുന്നു. ഞാൻ സെലക്ട് ചെയ്ത സിനിമകൾ വെച്ച് നോക്കി ഞാൻ അവാർഡ് പടങ്ങൾ മാത്രമേ ചെയ്യൂ എന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു. അതുപോലെ ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും ഫ്ലോപ്പാണെന്നും രാശിയില്ലാത്ത നായികയാണെന്നും സംസാരമുണ്ടായിരുന്നു. കാരണം ഞാൻ ചെയ്ത സിനിമകളിൽ ഭൂരിഭാഗവും കൊമേഴ്ഷ്യൽ സിനിമകളല്ല. അതുപോലെ ജോസുട്ടി കഴിഞ്ഞ് എനിക്ക് വന്ന സിനിമയായിരുന്നു സൂസു സുധീവാത്മീകം. പക്ഷെ അന്ന് ഞാൻ ആ സിനിമ സ്വീകരിച്ചില്ല. അതിൽ ഞാൻ എപ്പോഴും റിഗ്രറ്റ് ചെയ്യാറുണ്ട്. ശിവതയുടെ റോൾ ആയിരുന്നില്ല. ജയസൂര്യയെ തേച്ചിട്ട് പോകുന്ന കഥാപാത്രത്തിലേക്കാണ് ക്ഷണം വന്നത്. വീണ്ടും നെഗറ്റീവ് ഷെയ്ഡ് ചെയ്യേണ്ടെന്ന് കരുതിയാണ് അന്ന് സൂസു സുധീവാത്മീകം വേണ്ടെന്ന് വെച്ചത്. പിന്നെ സോൾട്ട് മാംഗോ ട്രീ എന്ന സിനിമയിലേക്കും ക്ഷണം വന്നിരുന്നു. പക്ഷെ ആ സമയത്ത് ദുബായിൽ ജോലി തിരക്കായതിനാൽ വരാൻ സാധിച്ചില്ല. അതോടെ സിനിമയിലേക്ക് ക്ഷണിച്ചുള്ള കോളുകൾ വരാതെയായി. ഞാനായിട്ട് സിനിമയിൽ നിന്ന് ബ്രേക്ക് എടുത്തില്ല. പിന്നെ കല്യാണാലോചന വന്നു, വിവാഹം കഴിഞ്ഞു. ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകും വിവാഹ ജീവിതത്തിൽ നിന്ന് ഓർത്തില്ല. ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഫാമിലി ലൈഫിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്റെ ഹസ്ബൻഡ് അടിപൊളിയാണ്. എന്ത് കുരുത്തക്കേടിനും വിളിച്ചാലും വരുമെന്നാണ് ജ്യോതി കൃഷ്ണ പറയുന്നത്.